ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. ഇത് തയ്യാറാക്കുന്നതിന് നമുക്ക് അരിയോ അരിപ്പൊടിയോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാം. ഞാനൊരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ശർക്കര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടും. ഇത് ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ശർക്കര ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് കിട്ടും കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ശർക്കരയൊക്കെ ഇതേ രീതിയിലൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയുള്ള വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. റവ എടുത്ത അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി, ഒരുപാട് ചൂടാവരുത്, വളരെ ചെറിയ ചൂടോടുകൂടി കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഇനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ശർക്കരപ്പാനി മുഴുവൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് അരയേണ്ട ആവശ്യമില്ല. ചെറിയ തരിതരിപ്പോട് കൂടി വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്കൊന്ന് 2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ നമ്മളിത് 2 പ്രാവശ്യമായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുക്കുന്ന പൊടി ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ശർക്കരപ്പാനിയെ ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാവുന്നതാണ്. ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടുന്ന യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മളത് അരച്ചെടുത്തത്. മാത്രമല്ല, നമ്മളിങ്ങനെ പൊടികൾ എടുക്കുമ്പോഴേ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് കേടൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഡയറക്റ്റ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്ലേഡൊക്കെ കറങ്ങാതെ വരും കേട്ടോ. അപ്പോൾ അതാണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ റവയൊക്കെ കുറച്ചുകൂടി ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. റവ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് കുതിർന്ന് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എള്ളാണ്. കറുത്ത എള്ള് ഞാൻ 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യിലൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യിൽ വറുത്തിട്ടൊന്നുമില്ല, ഈ ഒരു രീതിയിൽ തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തേക്കാണ്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പലഹാരത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ മാത്രം മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ ഈ മാവിൻ്റെ പരുവം കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. കുറച്ചുകൂടി തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്.
നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡ ഈ മാവിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. എണ്ണ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയാൽ ഒരുപാട് എണ്ണ ചൂടാകിയാൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരു തവി മാവൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് എണ്ണ ഇതിൻ്റെ മുകളിലേക്കൊന്ന് തൂവി കൊടുക്കണം. എണ്ണ ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. ഈ ഒരു രീതിയിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരികയും ചെയ്യും. ഇതിൻ്റെ ഉള്ളു വേവാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മുടെ നെയ്യപ്പമാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. ഇതിന് നമുക്ക് അരി അരക്കുകയോ കുതിർക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. നമ്മളിത് റവയും ഗോതമ്പ് പൊടിയും വെച്ചാണ് തയ്യാറാക്കുന്നത്. 10 മിനിറ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമ്മളിത് ഓരോ പ്രാവശ്യം റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ മാവ് ഒന്ന് തിക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആ സമയം നമുക്ക് 1-2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാവ് ഒന്ന് തിക്കാവുകയാണെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ശർക്കര കുറച്ചുകൂടി കറുത്ത കളറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ നെയ്യപ്പത്തിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ശർക്കരയ്ക്ക് അധികം കളറില്ലാത്തതാണ്. അപ്പം അതും ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുത്ത ശേഷം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. 4 മണിക്കൊക്കെ കഴിക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.